Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. So hackers, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒവാസ് ജ്യൂസ് ഷോപ്പ് വെച്ചിട്ട് റിപ്പീറ്റർ എങ്ങനെ നോക്കാൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഇൻട്രൂഡർ വെച്ചിട്ട് നമുക്ക് അറ്റാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ്. ആൻഡ് ഇത് ബബ്സ്യൂട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. കാര്യം നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടാപ്സ് ആണ് ഇതിന്റെ അത് യൂസ് ചെയ്യുക, റിപ്പീറ്ററും ഇൻട്രൂഡറും. പിന്നെ കൊളാബറേറ്റർ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ടാപ്സ് കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിന് അത് ആവശ്യമില്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് വലിയ വലിയ എത്തിക്കൽ ഹാക്കിംഗ് പ്രാക്ടീസിലേക്ക് എത്തുമ്പോഴത്തേക്കും പറയാം. ജ്യൂസ് ഷോപ്പിന്റെ അകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ജ്യൂസ് ഷോപ്പിന്റെ ഒരു വാക്ക് ത്രൂ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. നിങ്ങളത് റീഡ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള കണ്ടന്റ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതിനകത്ത് വരുന്ന ഓരോ ടൈപ്പ് ഓഫ് അറ്റാക്സും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ലൈക്ക് നമുക്കത് മുമ്പോട്ടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോസിൻ്റെ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഇന്ന് ഇൻട്രോഡർ ടാബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ കാളി മെഷീൻ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബബ്സ്യൂട്ട് ഓൺ ആക്കാം. പ്രോക്സി ടാബ്, ദെൻ ഓപ്പൺ ബ്രൗസർ. ഇതിനെ ഒരു സൈഡിലോട്ട് വയ്ക്കാം. ബ്രൗസറിനെ വേറൊരു സൈഡിലോട്ടും വെക്കാം. ദെൻ നമുക്ക് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ജ്യൂസ് ഷോപ്പിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യാം. ലോഡ് ആവുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന പോലെ അഡ്മിൻ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട നമുക്ക് ഇപ്പോഴും അഡ്മിൻ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അഡ്മിൻ അക്കൗണ്ടിന്റെ പാസ്വേഡ് നമുക്ക് ഇപ്പോഴും അറിയില്ല. സോ നമ്മൾ എങ്ങനെയാണ് ഈ അഡ്മിൻ അക്കൗണ്ടിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് നമ്മളൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വെബ് സെർവർ ഉണ്ടാവും, പിന്നെ നമുക്ക് ഒരു യൂസർ നെയിം ഉണ്ട്, അഡ്മിൻ. ഇത് ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. നമ്മൾ ഈ അഡ്മിൻ എന്ന് പറയുന്ന യൂസർ നെയിമിനെ ഒരു ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് വെബ് സെർവറിലോട്ട് സെൻഡ് ചെയ്യും. അതായത് ഫസ്റ്റിലെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അഡ്മിൻ ആണ് നമ്മുടെ യൂസർ നെയിം എന്നറിയാലോ. സോ ഇതിന്റെ അകത്തുള്ള ഈ അഡ്മിനുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അപ്പോൾ എന്താ? യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ. എന്നിട്ട് ഇതിനെ എന്ത് എടുക്കും? നമ്മൾ വെബ് സെർവറിന്റെ അകത്തേക്ക് റിക്വസ്റ്റ് ആയിട്ട് പാസ് ചെയ്യും. അത് കറക്റ്റ് ആണെങ്കിൽ വെബ് സെർവർ എന്താന്ന് പറയും? ട്രൂ എന്ന് പറഞ്ഞു വരും. അതിലിപ്പോൾ ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ലിസ്റ്റിന്റെ അകത്തേക്ക് പോകും. അഡ്മിൻ 1 ചെക്ക് ചെയ്യും, ദെൻ അഡ്മിൻ 2 ചെക്ക് ചെയ്യും, ദെൻ അഡ്മിൻ 1 2 ചെക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഈ ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഓരോന്നുമായിട്ട് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഓരോന്നിനെ പർട്ടിക്കുലർലി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് ഫൈനലി നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തും. ഇത് കുറച്ച് tedious ടാസ്ക് ആണ്, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണ്. നമുക്കുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനൊക്കെ പറ്റും. സോ ഈ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലിസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് വേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഈ പറയുന്ന വേർഡ് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരുപാട് വേർഡ് ലിസ്റ്റ് നമുക്ക് കാളി ലിനക്സിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ അത് മേജർ ആയിട്ടുള്ള ഒരു വേർഡ് ലിസ്റ്റ് ആണ് roq.txt എന്ന് പറയും. നമ്മളിത് ഫ്യൂച്ചറിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ബട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്ന വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് സെക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ലിസ്റ്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് സെക് ലിസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ആ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുക. സെക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, roqന്റെ അകത്ത് അറൌണ്ട് 1 million+ പാസ്വേഡ്സ് ഉണ്ട്. സോ അതെല്ലാം തന്നെ എന്താണ്? ഒറ്റ ഫയലിൻ്റെ അകത്ത് കിടക്കുന്നത്. പക്ഷെ സെക് ലിസ്റ്റിൻ്റെ അത് ഇതെല്ലാം ഓർഗനൈസ്ഡ് ആണ്. അതായത് നമുക്ക് ഏതിനാണോ ആവശ്യം അത് നമുക്ക് പർട്ടിക്കുലർലി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ സെക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക് ലിസ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ അറ്റാക്കുകൾ ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇവിടെ ലോഗ് ഔട്ട് ചെയ്യുക. ദെൻ ഇവിടെ വീണ്ടും ലോഗിൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോഗിൻ ഓപ്ഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, അഡ്മിൻ എന്ന് പറയുന്നതാണ് അക്കൗണ്ട്, admin@shop അങ്ങനെയാണ് അതിന്റെ അക്കൗണ്ട് നെയിം ഒരു ഇമെയിൽ വരുന്നത്. ദെൻ പാസ്വേഡ് നമുക്ക് ജസ്റ്റ് അഡ്മിൻ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഇവിടെ ലോഗിൻ എന്ന് കൊടുത്തു, ഇൻവാലിഡ് എന്ന് വന്നു. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? HTTP ഹിസ്റ്ററിക്കകത്ത് പോവും. ദെൻ ഇവിടെ നമ്മൾ ആ ലോഗിൻ പാക്കറ്റ് കണ്ടുപിടിക്കും. ഇതാണ് ആ ലോഗിൻ പാക്കറ്റ്. ദെൻ നമ്മൾ ഇതിനെ നേരെ ഇൻട്രൂഡറിൻ്റെ അകത്തേക്ക് അയച്ചു കൊടുക്കും. സോ സെൻഡ് ഇറ്റ് ഇൻട്രൂഡർ വന്നു. ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ട് കാണാൻ പറ്റും? admin@shop, പാസ്വേഡ് അഡ്മിൻ എന്ന് കാണാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് കാളി മെഷീൻ്റെ അകത്ത് സെക് ലിസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് sudo apt install seclist. ദെൻ ഇത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക് ലിസ്റ്റ് ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് നിയർലി ഒരു 545 MB ഉണ്ട്. ഈ 545 MB കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഡോക്യുമെന്റിന് KB സൈസൊക്കെ വരാറുള്ളൂ. ഈ 545 MB ഇരിക്കുന്നത് ഒരുപാട് പാസ്വേഡ്സ് ആണ്, ലീക്ഡ് ആയിട്ടുള്ള പാസ്വേഡ്സ്, ക്രെഡൻഷ്യൽസ് ഒക്കെയാണ്. ഓക്കെ. സോ ഇനി നമുക്ക് അതവിടെ ലോഡ് ആവുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഈ പറയുന്ന അറ്റാക്സുകളെ പറ്റി പറഞ്ഞുതരാം. സ്നൈപ്പർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതാണ് നമ്മുടെ പേലോഡ് എന്ന് വിചാരിക്കുക. ഈ അഡ്മിൻ പാസ്വേഡ് മാത്രമാണ് മാറാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ കണ്ടോ, ആഡ് ഒരു സിമ്പിൾ, ഈ സിമ്പിൾ ഇട്ട് കൊടുക്കുന്ന സ്ഥലത്താണ് ചേഞ്ചസ് വരിക. സോ ഞാൻ ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇമെയിൽ. എൻ്റെ ഇമെയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അത് അഡ്മിൻ ഷോപ്പാണ്, പാസ്വേഡ് എന്ന് പറയുന്നത് അഡ്മിൻ ആണ്. ഇപ്പം നമ്മൾ സ്നൈപ്പർ അറ്റാക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അഡ്മിൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമ്മളൊരു സിമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം കൺസിഡർ ആ സിമ്പിൾ നമുക്ക് കീബോർഡ് അവൈലബിൾ അല്ലാണ്ട് ഞാനിപ്പോൾ ഡോളർ വെച്ച് പറയാം.
സോ ഇതാണ് ആ സിമ്പിൾ എന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഒരു സിമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കും. ഈ സിമ്പിളിന്റെ ഇടയിലായിരിക്കും നമ്മുടെ എന്ത് വരിക, പേലോഡ്സുകൾ വരിക. അത് നമ്മുടെ വേർഡ് ലിസ്റ്റുകൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള ഓരോ വേർഡ്സും വരുന്നത് ഈ പറയുന്ന ഈ ഡോളർ സിമ്പിളിന്റെ ഇടയിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോന്നോരോന്ന് കമ്പൈൻ ചെയ്ത് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സ്നൈപ്പർ അറ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് അടുത്തായിട്ട് വരുന്ന വേറൊരു അറ്റാക്ക് ആണ് ബാറ്ററിംഗ് റാം അറ്റാക്ക്. സോ ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഈ ഒരു ഡോളർ സിമ്പിൾ പോലെ അതിൻ്റെ അത് സിമ്പിൾസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇത് മാറ്റി ഈ ഒരു പാർട്ടിലും സെയിം ഡോളർ സിമ്പിൾ തന്നെ പാസ് ചെയ്യുന്നു. ഡോളർ സിമ്പിൾ അല്ല, നമുക്ക് അതിൻ്റെ അകത്ത് വേറെ സിമ്പിൾസാണ് പറയുന്നത്. സോ എന്ത് പറ്റും, ഈ രണ്ട് സ്ഥലത്തും ഈ അഡ്മിൻ 1 അഡ്മിൻ 2 അങ്ങനെ ഒരേപോലെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അറ്റ് ദി സെയിം ടൈം. ഓക്കെ, അതാണ് ബാറ്ററിംഗ് റാം അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി നമുക്ക് രണ്ട് അറ്റാക്സ് കൂടി ബാക്കിയുണ്ട്. സോ ക്ലസ്റ്റർ ബോംബ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഫസ്റ്റിലെ ഈ അഡ്മിൻ വരും. ദെൻ എന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡിലുള്ള ഇതെല്ലാം ചെക്ക് ചെയ്ത് തീർക്കും. ദെൻ വീണ്ടും അടുത്ത പൊസിഷനിലോട്ട് പോകും. ദെൻ വീണ്ടും ഇതിനെന്ത് ചെയ്യും, എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ക്ലസ്റ്റർ ബോംബ് അറ്റാക്ക് വർക്ക് ചെയ്യുന്നത്. ദെൻ പിച്ച് ഫോർക്ക് അറ്റാക്ക് ഇങ്ങനെയാണ് നോക്കാം. പിച്ച് ഫോർക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് അഡ്മിൻ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്മിൻ, ഇപ്പം അതായത് ഈ പൊസിഷനിൽ അഡ്മിൻ ആണെങ്കിൽ ഫസ്റ്റിലെ ഈ വേർഡ് ലിസ്റ്റിൽ ഇത് അഡ്മിൻ ആയിരിക്കും. ഓക്കെ, ഇത് അഡ്മിൻ ആയിരിക്കും. ദെൻ എന്ത് ചെയ്യും, അടുത്ത ഇറ്ററേഷനിൽ അഡ്മിൻ 1 ആണെങ്കിൽ ഈ ലിസ്റ്റിൽ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ഇവിടെയും വരുന്നത്. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, അഡ്മിൻ 1 ആയിരിക്കും. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പം അഡ്മിൻ 2 ആണുള്ളെങ്കിൽ ഇവിടെ അഡ്മിൻ 2 അങ്ങനെ വരും. ഓക്കെ, സോ ഇതാണ് പിച്ച് ഫോർക്ക് അറ്റാക്ക് എന്ന് പറയാം. സോ നമ്മൾ 4 ടൈപ്പ് ഓഫ് അറ്റാക്സ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞത് ഏതാണ്, സ്നൈപ്പർ അറ്റാക്ക്, ദെൻ ബാറ്ററിംഗ് റാം അറ്റാക്ക്, പിച്ച് ഫോർക്ക് അറ്റാക്ക്, ക്ലസ്റ്റർ ബോംബ് അറ്റാക്ക്. ഇത് ഓരോന്നും ഓരോ സെനാരിയോസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് സെക് ലിസ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ സെക് ലിസ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് പാസ്വേഡ് എങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്നൈപ്പർ അറ്റാക്ക് ആണ്. ഈ ആഡ് എന്ന് പറയുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് 2 സാധനം ഓപ്പൺ ആയി വരുന്ന കാണാനായിട്ട് പറ്റും. ഇവിടെ ഇരിക്കുന്ന അഡ്മിൻ അങ്ങ് എടുത്ത് കളയുക. പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സാധനങ്ങളെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഇവിടെ നമുക്ക് ആഡ് ഫ്രം ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവൈലബിൾ ആണ്. ഇത് പ്രോ വെർഷൻസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇത് എങ്ങനെയാണ് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മുടെ ഫോൾഡർ എടുക്കുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് ഫോൾഡറിനകത്തേക്ക് വരാനായിട്ട് പറ്റും. ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വരിക. ഇതിൻ്റെ അകത്ത് യൂസർ ഷെയർ. ദെൻ ഇവിടെ നമുക്ക് വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ കണ്ടുപിടിക്കണം. വേർഡ് ലിസ്റ്റ്, അതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സെക് ലിസ്റ്റ് എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇപ്പം നമ്മൾ ഡിസ്കവറി, ഈ ഓസിന്റെ ടൈപ്പ് കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സ് ഡിസ്കവറിക്ക് വേണ്ടിയാണെങ്കിൽ ഡിസ്കവറി ഫയൽ യൂസ് ചെയ്യുക. ഫസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡൊമൈൻസിൻ്റെ അകത്ത് ഫസ് ചെയ്യാനായിട്ട് പറ്റും, ഓരോരോ സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കാനൊക്കെ. സോ അതിനൊക്കെയാണ് നമ്മൾ ഡിസ്കവറി ആൻഡ് ഫസ്സിങ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ മിസ്സലേനിയസ് ഉണ്ട്, പാസ്വേഡ്സ് ഉണ്ട്, പാറ്റേൺ മാച്ചിങ് ഉണ്ട്, പേലോഡ്സ് ഉണ്ട്, യൂസർ നെയിംസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതാ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ്വേഡ്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ, സോ ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ബെസ്റ്റ് 1050 എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, Ctrl+A Ctrl+C കൊടുക്കുക, നേരെ ബർബ് സ്യൂട്ടിൻ്റെ അകത്തേക്ക് വരിക, പേസ്റ്റ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേലോഡ്സ് കാണാനായിട്ട് പറ്റും. ഇതാണ് ടോപ്പ് 1050 എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റാർട്ട് അറ്റാക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാനൽ ഓപ്പൺ ആയി വരും. ഇവിടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കാണാം. ഇതിന് കുറച്ച് ടൈം എടുക്കും, കാര്യം ഓരോന്നും കോമ്പൈൻ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ChatGPT യൂസ് ചെയ്ത് കുറച്ച് മെമ്മറി ട്രിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളത്. സോ നമുക്ക് 2 വരുന്ന, അതായത് 2 ഫസ്റ്റിലെ വരുന്ന സ്റ്റാറ്റസ് കോഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ 300 വരുന്ന സ്റ്റാറ്റസ് കോഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം റീഡയറക്ഷൻ ആയിട്ട് ആണ് നമ്മൾ കണക്കാക്കുന്നത്. 400 വരുന്നത് ക്ലൈന്റ് എറർ ആണ്, അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള എറേഴ്സ് ആണ്. 500 വരുന്ന എറേഴ്സ് എന്ന് പറയുന്നത് സെർവേഴ്സിന്റെ എററാണ്, സെർവർ ഫോൾട്ട് എന്ന് പറയും. സോ ഇതിനെ കുറച്ച് കോമൺ REST APIs നോക്കി കഴിഞ്ഞാൽ 200 ഓക്കെ ആണ്, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. 201 എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റഡ് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. 400 ബാഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊരു ക്രെഡൻഷ്യലോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് തിങ് നമ്മൾ ആഡ് ചെയ്ത് അയക്കും എന്നുള്ളതുകൊണ്ടാണ് ബാഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. 401 എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ്. നമുക്ക് എന്തെങ്കിലും ഒരു ഓതറൈസേഷൻ ടോക്കണോ മറ്റോ നമ്മുടെ പാക്കറ്റ്സിൽ നിന്ന് മിസ്സിംഗ് ആണെങ്കിൽ അത് അൺഓതറൈസ്ഡ് എന്ന് പറയും. 403 ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. ദെൻ 404 നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, നോട്ട് ഫൗണ്ട്, അതായത് എന്താണ്, അവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറയുന്നത്. 409 അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ഇത് കോൺഫ്ലിക്റ്റ് എന്ന് പറയും, അതായത് ഒരു നെയിമിലുള്ള 2 HTML പേജ് അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ അങ്ങനെയൊക്കെ വരുന്ന ടൈമിലാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്.
429 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെനി റിക്വസ്റ്റ്. നമ്മൾ DDoS ടൈംസിലൊക്കെ കാണുന്ന ഒരു 429 ആണ്, അല്ലെങ്കിൽ 503 ആയിരിക്കും, സർവീസ് ആണ് അവൈലബിൾ ആയിരിക്കും. 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ സെർവർ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 503 കണ്ടിട്ടുണ്ടാവും. ഡോസിന്റെ ടൈമിൽ 503 ആണ് നമ്മൾ കൂടുതലായിട്ട് കാണാറ്. സോ 503, 404, 200, 201 ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കോഡ്സ് ആണ്. ഓക്കെ, സോ ഇപ്പൊ നിയർലി ഒരു 125 റിക്വസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാറ്റസ് കോഡ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് നോക്കാം കിട്ടിയിട്ടുണ്ടോ എന്ന്. ഓക്കെ, admin 123 എന്ന് പറയുന്ന ഒരു പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റസ് കോഡ് 200 കിട്ടിയിട്ടുണ്ട്. അതിന്റെ ലെങ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു 1185. അതായത് ബാക്കിയുള്ള എല്ലാം 413 ആയ സമയത്ത് ഇതിന്റെ ലെങ്ത് എന്തായി, ഇത്രയും കൂടി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒതന്റിക്കേഷൻ ടോക്കൺ പാസ് ആയതാണ്. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ നിന്ന് നമ്മുടെ പാസ്വേഡ് admin 123 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ജസ്റ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് കിട്ടിയ പാസ്വേഡ് ഇവിടെ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. admin 123 ലോഗിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ തിരിച്ച് എങ്ങോട്ടേക്ക് വന്നു, ഈ പറയുന്ന അഡ്മിൻ അക്കൗണ്ടിലേക്ക് എത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും അക്കൗണ്ട് അഡ്മിൻ അക്കൗണ്ട് ആണ്, നമ്മൾ അതിന്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്തു. സോ ഇതാണ് ശരിക്കും പറഞ്ഞ ഇൻട്രൂഡറിന്റെ യൂസ് കേസ്. ഇത് മാത്രമല്ല, നമ്മൾ API പെൻ ടെസ്റ്റിംഗിന്റെ അകത്തൊക്കെ നമ്മൾ റിപ്പീറ്റർ ഇൻട്രൂഡർ മെയിൻലി നമ്മൾ വെബ് സ്യൂട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ വെബിനും API പെൻ ടെസ്റ്റിങ്ങിനുമാണ്. ദെൻ മൊബൈൽ ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് നമ്മൾ വെബ് സ്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇതിൻ്റെ അകത്ത് ഒവാസ് ജ്യൂസ് ഷോപ്പിന്റെ അകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് അറ്റാക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇത് ഓരോന്നുമായിട്ടുള്ള വീഡിയോ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇടാം. ലൈക്ക് ഇത് സോൾവ് ചെയ്യുന്നത് ലേറ്റർ നമുക്ക് കുറച്ച് കണ്ടന്റ്സ് കൂടെ പറയാനായിട്ടുണ്ട്, അത് പറഞ്ഞതിന് ശേഷം ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് തനിച്ച് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഫുൾ വാക്ക് ത്രൂ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന വാക്ക് ത്രൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് പറയുന്ന ഡെമോൺസ്ട്രേഷൻസ് എല്ലാം ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിനകത്ത് ആയതുകൊണ്ട് തന്നെ പ്യൂർലി എത്തിക്കലാണ്. ദെൻ നിങ്ങൾക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പറയുന്ന ബബ് സ്യൂട്ടിൻ്റെ അകത്തുള്ള ഇൻട്രൂഡറിനെ റിപ്പീറ്ററിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.